നമുക്കിപ്പോൾ നമ്മൾ ശരിക്കും അവതാരകരെയാണ് ആളുകൾ കാണുന്നത് സാധാരണ. പക്ഷേ അവതാരകരല്ലാത്ത കുറേ അധികം ആളുകളുണ്ട് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന അഭിലാഷ് തൊഴുവങ്കോട് അല്ലേ, തൊഴുതെഴുന്നേറ്റ് കഴിഞ്ഞാൽ ക്യാമറയാണ്. അപ്പോൾ അങ്ങനെ എത്രയോ ആളുകൾ ഇതിൻ്റെ പിന്നിൽ. ഞങ്ങൾ തന്നെ ഒരു 60 സംഘമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഈ മോർണിംഗ് ഷോ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ചരട് മൊത്തം സ്റ്റുഡിയോയിലാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും സനൂപ് എന്ന് പറഞ്ഞൊരു ഭീകരൻ സ്റ്റുഡിയോയിലിരിപ്പുണ്ട്. ഇപ്പൊ കേട്ടോണ്ടിരിക്കുക. അപ്പൊ സനൂപിന്റെ അച്ഛനും അമ്മയും നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. അവരുടെ വീട് എക്സാക്ട് വീട് എവിടെയാ? ഈ കടിഞ്ഞമൂല തൈക്കടപ്പുറം. ഇത് കോട്ടപ്പുറം അല്ലേ? ഇത് കോട്ടപ്പുറം. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അമ്മേ? ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ. അമ്മയുടെ പേരെന്താ? തമ്പാൻ. സനൂപും അച്ഛന്റെ ഡിറ്റോ ആണ് സനൂപ്. സനൂപ് ഇപ്പൊ വിഷ്വല് ഒന്ന് ക്ലോസ് കാണിച്ചേ, സനൂപിനെ ഉറപ്പ് വരുത്താൻ വേണ്ടി. കണ്ടേ? അതായത് സനൂപിന് പ്രായമായി ഇതുപോലെ ആവുന്നതാണ് നമ്മുടെ ആഷ്മിയുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞു ഇതിനേക്കാളും മോശമാവും ചിലപ്പോൾ. ഓക്കെ, ആണോ? ഓക്കെ, അപ്പൊ അങ്ങയുടെ വിപ്ലവ ചരിത്രം കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായി. ധൈര്യമായിട്ട് പറഞ്ഞു. കടുത്ത വിപ്ലവരി നക്സലേറ്റ് ആയിരുന്നു. അച്ഛൻ നക്സലേറ്റ് ആയിരുന്നു. അച്ഛനോടൊരു ചോദ്യം ചോദിക്കണ്ടേ? 77 ആരംഭിച്ചു. 77 ആരുടെ ഗ്രൂപ്പിലായിരുന്നു? അന്ന് കെ വേണുവായിരുന്നു. കെ വേണുവിന്റെ കൂടെ എം എൻ രാവണി. അന്ന് കെ വേണുവും കെ എൻ രാമേന്ദ്രൻ ഒന്നിച്ചായിരുന്നു. രാമേന്ദ്രൻ ഒന്നിച്ചായിരുന്നു. കെ എൻ രാമേന്ദ്രൻ കെ വേണു പിന്നെ മതിയാക്കി. ഈ അതിതീവ്ര പരിപാടിയിലേക്ക് പോകാൻ കാര്യം എന്തായിരുന്നു? കാരണം മറ്റെല്ലാം കാലത്ത് തട്ടിപ്പ് സാധനങ്ങളാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ. അപ്പൊ സനൂപ് അവിടെ നിന്ന് പറയുന്നത് കാര്യം സനൂപിന്റെ കാര്യങ്ങളൊക്കെ വെളി വരുമെന്നുള്ള സംശയമാണ് അല്ലേ? അപ്പൊ എന്തായാലും അങ്ങയുടെ വിപ്ലവ ഇപ്പോഴും മനസ്സിലുണ്ടോ? ഉണ്ട്. ആ തീ കത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ലഹരിക്കാർക്കെതിരായിട്ട് ഉപയോഗിച്ചാലോ? ലഹരിക്കാർക്ക് എന്നും എതിരായിരുന്നു. ഞാൻ പോലും എതിരായിരുന്നു. അവരുടെ ഭീഷണിയൊന്നുമില്ല. ഒരു നക്സലേറ്റ് പ്രസ്ഥാനത്തിലൊക്കെ വിശ്വസിച്ച ഒരാള് ആ ഭീഷണിയൊന്നും അല്ലേ? ഓക്കെ. അമ്മ സുഖമായിരിക്കുന്നല്ലോ. അമ്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര മക്കളാ നിങ്ങള്? സനൂപും സാരഥി. മൂത്താളുടെ പേരെ സാരഥി. എന്താ ചെയ്യുന്നേ? ഇംഗ്ലീഷ് ക്ലബ് നടത്തുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് നടത്തുന്നു. ഓക്കെ. അപ്പം ഏത് മോനോടാ താല്പര്യം? ഞാൻ അമ്മയോട് ചോദിക്കില്ല. 2 കണ്ണുകൾ പോലെ. പിന്നെ അമ്മയോട് ഞാനൊരു കാര്യം, അച്ഛനോടൊരു കാര്യം പറയാം. ഞെട്ടരുത് നിങ്ങൾ. ഒരു പയ്യനെ കുറിച്ച് നമ്മൾ അച്ഛനും അമ്മയും കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സങ്കടം ഉണ്ടാവും. അവനെ ആളും എടുക്കന. ഓക്കെ, ശരി. ഓക്കെ അമ്മ. അച്ഛാ ഓക്കെ. നമ്മൾ കാണും. അപ്പൊ അമ്മയ്ക്ക് അച്ഛനും ഒരു കപ്പ് കൂടെ വേണമല്ലോ. നമ്മൾ വിവേചനം പാടില്ല. അമ്മയ്ക്കൊരു കപ്പ് കൊടുത്താൽ വീട്ടിൽ പോയി അമ്മയച്ചോട് അടി ഉണ്ടാക്കൂലേ അല്ലേ? ഓക്കെ. അപ്പൊ അച്ഛനോട് ഒരു കപ്പ് തരും. അത് നമ്മുടെ ആവനാടിയിലുണ്ട്, ഇഷ്ടം പോലെ കപ്പുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ കപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ആവേശം കൊള്ളരുത് അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ. അപ്പൊ നമുക്ക് സുഖമാണല്ലോ. വളരെ സന്തോഷം അല്ലേ നിങ്ങൾ വന്നതിലും. കൗൺസിലറല്ലേ? കൗൺസിലറാ? ഏത് വാർഡിലെ? ഈ വാർഡിന്റെ നിങ്ങളുടെ ഫുൾ നെയിം പറഞ്ഞില്ലെന്ന് തോന്നുന്നു. പേര് ഫുള്ളായിട്ട് പറഞ്ഞില്ല. റഫി കോട്ടപ്പുറം. പറഞ്ഞു. കൗൺസിലർ കൂടിയാണ്. ഏത് വാർഡിലാണ്? ഈ തൊട്ടപ്പുറത്ത് കടിഞ്ഞൂര്. വിനയരാജ്. ഇവിടെ ആൾക്കാർ ആദ്യം ഒന്ന് പേണിയാ പറഞ്ഞത്, ഇവിടെ ഒന്നും ഇല്ല. പിന്നെ അവസാനം ഈ കമന്റ് ബോക്സിൽ നീലേശ്വരത്തുകാർ കോട്ടപ്പുറത്തുകാർ അയക്കാൻ തുടങ്ങി. അവിടെ സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാ? നീലേശ്വരത്ത് നമ്മൾ പൊതുവെ ലഹരിക്കെതിരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ജനമൈത്രി പോലീസിന്റെ ഭാഗം എന്റെ വാർഡിനകത്ത് നല്ലൊരു സന്ദേശം, എല്ലാ ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല ലഹരിയിൽ നിന്ന് ഉണ്ടായ ആൾക്കാരെയൊക്കെ അതിൽ പിന്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പേര് പറഞ്ഞില്ല, നമ്മൾ ഇന്നലെ നമ്മുടെ കണ്ണൂർ ജില്ലയിലായിരുന്നു പര്യടനം. അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പരിചയപ്പെട്ടു. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഫയർബ്രാൻഡിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാ. അതായത് ഈ ലഹരിക്കാരന്മാരുടെ കോട്ട കൊത്തറങ്ങൾ എരിച്ചു കയറി നേരിട്ട് കൈകാര്യം ചെയ്യുക. പേര് പറഞ്ഞോ? മാത്രമല്ല, ഞങ്ങൾ ഇറങ്ങി വരുമ്പം ഒരു വീരശൂര പരാക്രമം എന്നോട് പറയാ, എനിക്ക് മനസ്സിലായി ഇവർ എത്രമാത്രം സൂപ്പർ ആവണമെന്നുള്ളത്. എന്നോട് പറഞ്ഞു അവർക്ക് മാത്രമല്ല അഭിപ്രായമുള്ളൂ, ഞങ്ങൾക്കും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. കേസാ, എനിക്ക് മനസ്സിലായി. അപ്പൊ അത് അവര് പറയുന്നറിയോ, ഇവനോടൊന്നും ജനാധിപത്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാ പറഞ്ഞു. അതുകൊണ്ട് പിള്ളേരെ കൊലപ്പെടുത്തുന്ന പരിപാടിയാണല്ലോ. 7 കൊല്ലമാ ഇത് പല്ലൊക്കെ ദ്രവിച്ചു തുടങ്ങും. ഈ MDMA കഴിച്ച് 7 വർഷമുള്ള ആയുസ് അതോടെ കാഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്ര അത്യാവശ്യമായിട്ട് ഇറങ്ങിയത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ യൗമാരോട് യാതൊരു അനുകമ്പയുടെ ആവശ്യമില്ല. പിടിച്ചപ്പോഴേ പോലീസിലാക്കണം. നമ്മൾ കൈകാര്യം ചെയ്യരുത്. നമ്മൾ കൈകാര്യം ചെയ്താൽ വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടക്കും. നമ്മൾ കൈകാര്യം ചെയ്യരുത്.
അപ്പൊ അങ്ങേക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? ഇല്ല, ഭീഷണിയൊന്നുമില്ല. ഇല്ല, മുമ്പേ ഒരു ചേട്ടൻ പറഞ്ഞു അതായത് എന്താ ഭീഷണി 3 മാസം ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതുതലമുറ നമുക്ക് ബോധവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് തലമുറയെ നമ്മൾ മോചിപ്പിച്ച് കടങ്ങും. തീർച്ചയായും സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യം നേടാൻ കുറെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പൊ സന്തോഷം. അങ്ങയുടെ കരങ്ങൾക്ക് നമ്മുടെ കോട്ടപ്പുറത്തെ നാട്ടുകാർ ശക്തി പകരട്ടെ. ഓക്കെ, താങ്ക് യു. ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം. ഇന്നലെ ഇവിടെ നിങ്ങൾ എവിടുന്ന ഈ വ്യാപാരി വ്യവസായിയാണോ? ഇതും സ്ത്രീ സംരംഭകരാണോ? ഓ, അത് വല്ല കിട്ടില്ല. വനിതകളുടെ ഒരു മുന്നേറ്റം നമുക്ക് വേണം. ഈ ചേച്ചി എന്തോ വിൽക്കുന്നത്? നിങ്ങളെല്ലാം ബ്യൂട്ടീഷ്യൻ? ആ, ചേച്ചി ഏതാ ഷോപ്പ്? എന്ത് ഷോപ്പാ ചേച്ചി? പുറത്ത് പറയാൻ പറ്റുന്ന ഷോപ്പല്ലേ? ആ, ഏതാ? കേക്ക്. കച്ചവടമൊക്കെ എന്നിട്ട് അത്യാവശ്യം പോന്നു. ജീവിച്ചു പോകാൻ പറ്റുമോ ചേച്ചിക്കോ? ചേച്ചി ജീവിച്ചു പോകാൻ പറ്റുമോ? ജീവിച്ചു പോകാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് കോഴിക്കോട് പോയി ആദ്യം സമ്മേളനം നടത്തിയിട്ട് തീരുമാനിക്കാൻ കാര്യം. നിങ്ങളെ കോഴിക്കോട്ടേക്ക് വരണം. അമ്മമാർക്കാണ് ഇതിനകത്ത് കാര്യം. അമ്മമാരുടെ കണ്ണീരൊപ്പാനാണ് നിങ്ങളുടെ യാത്ര. അമ്മമാർക്കല്ലേ ഏറ്റവും വലിയ ടെൻഷൻ. അച്ഛന്മാർക്ക് വീട്ടിൽ നിന്ന് രാവിലെ പോയാൽ മതി അല്ലേ? അല്ലേ? അതുകൊണ്ട് ഈ ചേച്ചിക്ക് അറിയാതെ കാര്യം ചേച്ചി ചിരിച്ച. അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങളെല്ലാവരും കാസർഗോഡ് നിങ്ങൾ ക്ലീൻ ആക്കണം കേട്ടോ. നിങ്ങൾ ക്ലീൻ ആക്കണം. നമ്മുടെ സർവ്വ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? ജയറാം. കണ്ടു പരിചയിച്ചൊരു മുഖം പോലെ ഉണ്ട്. കൊല്ലംകാരനെ കണ്ട ഇല്ല കണ്ടത് ഒരാളെ പോലെ 7-70 ആൾക്കാരുണ്ടോ? ഈ നാട്ടിൽ 7 അല്ല, ഒരു 19 ആൾക്കാരുണ്ട്. ഓക്കെ, ശരി, സന്തോഷം.